മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. പുസ്തക വായനയിൽ ഇന്ന് ഇന്റെപ്പൂപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന നോവലിന്റെ തുടർച്ച. അധ്യായം 8. കള്ളസാക്ഷി പറയാൻ കയ്യേല. നോവൽ തുടരുന്നു. വലിയ കൊമ്പനാനയുണ്ടായിരുന്ന ആനമക്കാരന്റെ പുന്നാര മകളായ കുഞ്ഞുത്താച്ചുമ്മ തീർത്തു തന്നെ പറഞ്ഞു, അവര് ഇസ്ലാമീങ്ങളല്ല. ആനമക്കാരന്റെ പുന്നാര മോള പറയണത് അവര് ഇസ്ലാമീങ്ങളല്ല. കുഞ്ഞുപാത്തുമ്മ ബാപ്പയുടെ മുഖത്തേക്ക് നോക്കും. ബാപ്പ ഒന്നും പറയുകയില്ല. ഉമ്മ തുടരും. ക്യാമം അടുത്തതിന്റെ അടയാളം കണ്ടോ? ലോകം അവസാനിക്കാൻ പോകുന്നതിന്റെ അടയാളമാണ്. ഐഷയും അവളുടെ ബാപ്പയും ഉമ്മായും. ആ പെമ്പറന്നോത്തി തലേ പൂ വച്ചിരിക്കണേന്നേ. പൂ ഐഷയുടെ ഉമ്മാടെ ഉമ്മ മുടിക്കെട്ടിൽ പൂ ചൂടിയിട്ടുണ്ട്. അത് ഇസ്ലാമിന് ചേർന്നതാണോ? പിന്നെ ആ പെങ്കൊച്ച് കോലം കണ്ടോ? മുടിയെ 2 വാലാക്കി തോളേക്കോടെ നെഞ്ചത്തിട്ടിരിക്കണ്. ഐഷ അവളുടെ മുടി കൊണ്ട് പല കസരത്തുകളും കാണിക്കാറുണ്ട്. അവൾ മഹാകിറുക്കിയാണ്. അവൾ ഓടും, ചാടും, തുള്ളും, ഡാൻസ് ചെയ്യും, പാട്ടുപാടും. ഒരു ദിവസം ആമ്പൽ പൊയ്കയുടെ അടുത്ത് നിന്ന് ഭക്തി പാരവേശത്തോടെ അവൾ ഒരു പാട്ടുപാടി. കുഞ്ഞുപാത്തുമ്മ വിചാരിച്ചത് പടച്ചോനോട് എന്തോ അപേക്ഷിക്കുകയാണെന്നാണ്. അവൾ വിചാരിച്ചു, വല്ല ബെയ്ത്തും ആയിരിക്കും, അതോ കെസ് പാട്ടോ. എന്താണെന്നവൾക്ക് മനസ്സിലായില്ല. അവളും ഭക്തിയോടുകൂടി 2 കൈയും ഉയർത്തി ആമീൻ പിടിച്ചു. തീർന്നപ്പോൾ ആമീൻ എന്ന് പറയുകയും ചെയ്തു. ഐഷ ചിരിച്ചില്ല. ചുമക്കുന്നതുപോലെ കാണിച്ചു. പക്ഷെ അത് ചിരി അടക്കുകയായിരുന്നു എന്ന് പിന്നീടവൾക്ക് മനസ്സിലായി. അവൾ ചോദിച്ചു, ആ എന്താണ്? ഐഷ പറഞ്ഞു, എന്നോടൊന്നും ചോദിക്കല്ലേ, ഞാൻ തികച്ചും അജ്ഞ. ആ മഹാൻ വരുമ്പോൾ ചോദിക്കൂ, അദ്ദേഹമാണ് ഇതിന്റെ കർത്താവ്. എന്തു ഭാഷയാണെന്ന് ആർക്കും ഒരു പിടിയില്ല. ഞങ്ങളുടെ കോളേജിലെ പെൺകുട്ടികൾക്ക് ഘോഷയാത്രയിൽ ഉഗ്രമായി പാടി അലറാൻ അദ്ദേഹം നിർമ്മിച്ചതാണ്. ഞങ്ങളിത് കോളേജിലെ ഘോഷയാത്രയിൽ പാടുകയും ചെയ്തു. തുട്ടാപ്പി പാടിയപ്പോ ഞാൻ ആമീൻ പിടിച്ചു. ഞാൻ കണ്ടു. ആമീൻ പിടിച്ചതിന് ദോഷമുണ്ടോ? കള്ളബുദ്ധൂസേ, ഗുണമല്ലാതെ യാതൊരു ദോഷവുമില്ല. എന്നാ ഒന്നുകൂടി പാട്, നല്ല ശേലുണ്ട്. എന്നാൽ ഭക്തിയോടെ ഇരുന്നോളൂ. മനസ്സിലുള്ള എല്ലാ വിചാരങ്ങളും മാറ്റുക. മനസ്സ് ശുദ്ധമാക്കണം. എന്നിട്ടു ശ്രദ്ധിക്കുക. കൊടിയെല്ലാം പിടിച്ചുകൊണ്ടു കോളേജിൽ പെൺകുട്ടികളുടെ ഒരു വലിയ ഘോഷയാത്രയിൽ അവർ എന്ന് വെച്ചാൽ ഞങ്ങൾ ഗംഭീരമായി പാടിക്കൊണ്ടു പോവുകയാണെന്ന് വിചാരിക്കൂ. വിചാരിച്ചു. ശരി, കേൾക്കുക. അവൾ പാടി. ഹോ 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 കുത്തിനി കാലിട്ട ലിത്താപ്പി സഞ്ചിനി ബാലിക്ക ലുട്ടാപ്പി കാലിത്ത മാണിക്ക ലിഞ്ചോലോ ശങ്കര വാഹിനി തുല്ലിപ്പി പുഞ്ചിനി ഹില്ലാത്തി ഹുത്താല പാനത്ത ലാക്കിടി ജിംബാലോ ഹാ 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 ഓഹോഹോ ഓഹോഹോ. എന്നിട്ട് ഐഷ തുടർന്നു പറഞ്ഞു, ഇതിപ്പോൾ എല്ലാം ശരിയാണെന്നെനിക്ക് വിശ്വാസമല്ല. ചില വാക്കുകൾ വിട്ടുപോയിട്ടില്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു. വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നമ്മളെ തല്ലും. കുഞ്ഞുപാത്തുമ്മ ചോദിച്ചു. നോവൽ തുടരും.